കാണിച്ചു തന്ന ഈ സൽസ്വഭാവങ്ങൾ സിദ്ഖോടുകൂടെ ജീവിക്കുക, ഇഖ്ലാസോടുകൂടെ ജീവിക്കുക, ത്യാഗം ചെയ്ത് ജീവിക്കുക, കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുക. എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഇബാദത്ത് കുറവുണ്ടാകാൻ പാടില്ല. ഇബാദത്തിൽ വലിയ ബന്ധങ്ങൾ മഹാന്മാരായ ആളുകൾ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കണം. എന്നും നമ്മൾ ഖുർആൻ ഓതുന്നവരാകണം. ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളെ വീടുകളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തീരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സബബ് അതാണ്. ഒരു വീട്ടിലെ എല്ലാ മെമ്പർമാരും എപ്പോഴാ ഖുർആൻ ഓതലെന്ന് മുമ്പ് ഒരു പരിപാടിക്ക് വെച്ചപ്പോൾ അവിടുന്ന് ഒരു ഉത്തരം കിട്ടിയെന്താണെന്നറിയാം. അപ്പുറയിൽ ആരെങ്കിലും മരിച്ചാലും എന്നാ ഉത്തരം കിട്ടിയത്. ആ ഉത്തരം റെഡിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പുറയിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ എല്ലാവരും കൂടി ഖുർആൻ ഓതാണ്, കുറച്ച് ദേശങ്ങളിൽ ഓതാണ്. അതെത്ര ചുരുക്കാൻ നോക്ക് നിങ്ങൾ. നമ്മൾ ഏറ്റവും അധികം ഖുർആൻ ഓതേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വീട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്സിറു തിലാവത്തുൽ ഖുർആനി ഫീ ബുയൂത്തിക്കും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആനോത്ത് പെരുപ്പിക്കണം, അധികരിപ്പിക്കണം. ധാരാളം ഖുർആൻ ഓതണം. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. കിട്ടുന്ന നേരത്ത് കുറച്ചെങ്കിലും ഖുർആൻ ഓതട്ടെ എന്ന് കരുതിയിട്ട്, പണിക്ക് പോകാൻ കുറച്ചുകൂടി നേരമുണ്ട്, എന്നാ ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് ഖുർആൻ തുറന്ന് ഓതട്ടെ എന്ന് കരുതിയിട്ട് ഖുർആൻ ഓതുക. അത് വീട്ടിലുള്ള ആളുകൾക്ക് വലിയ ഐശ്വര്യമാണ്, വലിയ സന്തോഷമാണ്. ആ വീട്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ആ വീട്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതിനേക്കാളേറെ സന്തോഷമാണ്. വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ആ വീടുമായിട്ട് നല്ലൊരു കണക്ഷൻ. എൻ്റെ മക്കൾ ഖുർആൻ ഓതുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടികൾ ഖുർആൻ ഓതുന്നുണ്ട്, എൻ്റെ മോൻ്റെ കയ്യിലാണ് ആ ഖുർആൻ, ഉമ്മ വാപ്പ എന്തോ ഒരു സന്തോഷത്തോടെയാണ് ഈ വീട്ടിൽ വെച്ച് ഓതുന്ന ഖുർആൻ അവരിലേക്ക് എത്തുന്നത്. എത്ര സന്തോഷത്തോടെയാ സഹോദരങ്ങളെ അവരത് കാണുന്നത്. മരിച്ചുപോയ ആളുകൾക്ക് നമ്മുടെ അമലുകൾ അല്ലാഹു ഒളിവാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നന്മകൾ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ട്. ആ നന്മകളെ കൂട്ടത്തിൽ അവർ സന്തോഷിക്കുന്ന വലിയൊരു നന്മയാണ് ഖുർആൻ. ഖുർആൻ എന്നും അധികരിച്ച് ഓതണം. പഴയ കാലത്തെ വീടുകളിലുള്ള സമാധാനവും ഇപ്പോഴുള്ള സമാധാനക്കേടിനും കാരണം അതാണ്. മുമ്പത്തൊരു തറവാട് വീട് ഇവിടെ ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ട്, പോയോക്കൂടി നിങ്ങൾ. ആ തറവാട് വീട്ടിൽ എത്ര ആളുണ്ടാവും? ഒരു 10-25 ആളുണ്ടാവും ഒരു തറവാട് വീട്ടിൽ. ഈ 10-25 ആളുകളും ഒരാളും അവിടെ നിന്ന് കൂട് വിട്ടു പോകരുത് എന്നാണ് അന്നൊക്കെ പറയുന്നത്, അല്ലേ? ഒരാളാ വീട്ടിൽ നിന്ന് പോകുന്നത്. പേരക്കുട്ടികളടക്കങ്ങനെ ആ വീട്ടിലുണ്ടാവും. വല്യപ്പുണ്ട്, മക്കളുണ്ട്. ആ മക്കളൊക്കെ ഓരോ റൂമിൽ ഇങ്ങനെ സെറ്റപ്പ്. സ്ഥലമുണ്ട്, സ്ഥലം ഓർക്ക് 1 ഏക്കർ 1.5 ഏക്കറൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ പെട്ടെന്നൊന്നും അവർ വീടെടുക്കൂല. പഴയ കാലത്ത് അങ്ങനെ എടുക്കുമോ? ഇല്ല, പെട്ടെന്ന് വീടെടുക്കൂല. ഇന്ന് കല്യാണം കഴിച്ച് പെണ്ണിന്, ഭാര്യക്ക് ആദ്യത്തെ ഒരു കുട്ടി ജനിക്കുന്ന ഒരു അവസ്ഥ തുടങ്ങിയെന്ന് കാണുമ്പോഴേക്ക് ഇപ്പുറത്ത് അന്വേഷണം. അല്ല, ഒരു പെരക്ക് കുറ്റി, ഒരു പെരക്ക് സ്ഥലം, കുറ്റി, പോകാൻ സമയം ആയില്ലേ, അന്വേഷണം തുടങ്ങി. മാനസികമായ പൊരുത്തം വളരെ കുറയാനുള്ള കാരണം ഖുർആനോത്തിന്റെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിൽ തന്നെ പറഞ്ഞു, ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ. ഖുർആനോത്ത് നടത്തപ്പെടാത്ത വീട് യഖില്ലു ഖൈറുഹു, അവിടെ നന്മ കുറയും. നന്മ കുറയും. അവിടെ മക്കൾ പഠിക്കുന്നതും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ കുറയും. ഖുർആനോത്ത് നടക്കണം. അതാണ് പഴയ കാലത്തെ തറവാട് വീടും നമ്മളെ വീടുകളൊക്കെ തമ്മിലുള്ള മാറ്റം. ആ വീടുകളിൽ അന്ന് താമസിച്ചിരുന്ന ആളുകൾക്ക് രോഗാവസ്ഥയും കുറവല്ലേ? കുറവാണ്. മാനസികമായിട്ട് എന്തൊരു റാഹത്തായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു മനപ്പൊരുത്തായിരുന്നു. വയക്സുറു ഷർറുഹു, ഖുർആനോത്തില്ലാത്ത വീട്ടില് എടങ്ങേറ് അധികരിക്കും. വയളീഖു അലാ അഹ്ലിഹി, മൂന്നാമതായി തങ്ങൾ പറഞ്ഞു, ആ വീട്ടുകാർ തമ്മിൽ മാനസിക പൊരുത്തം കുറയുന്നു. സങ്കുചിത മനോഭാവം കൂടും. എന്ത്, ഞാന്, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, അതാരാ, സ്വന്തം സഹോദരനാ, കണ്ടോ, സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇതാരാ, ഇതും സ്വന്തം സഹോദരനാ, സ്വീകരിക്കാൻ കഴിയുന്നില്ല. അഥവാ അവര് ഒന്ന് താമസിക്കാണ്, അവിടെ പെരപ്പണി നടക്കാണ് എന്ന് കണ്ടാൽ തന്നെ അപ്പുറത്ത് പിന്നെയും ചോദ്യം തുടങ്ങും, തീരാനായോ പെരപ്പണി? എന്നാ തീരാനായോ? ആകെ 2-3 മാസമായിട്ടുണ്ടാവുള്ളൂ. വർഷങ്ങളോളം ഒരു തറവാട്ട് വീട്ടിൽ കെട്ടിക്കിടന്ന് ജീവിച്ചിട്ട്
ഒരു വാക്ക് പോലും ഈ രൂപത്തിലില്ലാത്തൊരു പൊരുത്തം പഴയ കാലത്തുണ്ടായിരുന്നു. അന്ന് ജോലിക്ക് പോകുന്ന മക്കളിൽ ഒരു കുട്ടി ഒരു ഉസ്താദാന്ന് കുട്ടിക്കോളൂ, വേറെ കുട്ടി എങ്ങോട്ടാ പോകുന്നത്? കച്ചവടത്തിനാണ്. വേറെ കുട്ടി തേപ്പിന്റെ പണിക്കാണ്. വേറെ കുട്ടി ഡ്രൈവിങ്ങിനാണ്. ഒരു വാപ്പാന 4-5 മക്കളാണ്. എല്ലാവരും സുബീസ്കാരം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഖുർആൻ ഓതിയിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. എന്തോ റാഹത്താണ് അവർ പോകുന്നതും വരുന്നതൊക്കെ, എന്ത് റാഹത്താണ്. ഇന്ന് ആ സമ്പ്രദായം തന്നെ വീട്ടിൽ അസ്തമിച്ചു പോയത് കൊണ്ട് വീട്ടിലിങ്ങനെ ഒരുമാതിരി ഒരു ജീവിതം ജീവിക്കുന്നു എന്ന് പറയാം. സൗകര്യമൊക്കെ ഉണ്ട് ഉസ്താദെ, എല്ലാ വീടും മുക്കയ്യഫാണ്, എല്ലാ വീടും. മാനസിക സുഖം കുറവാണ്. ഒരാൾ വീട്ടിൽ വന്നാൽ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ബേജാറ് കൂടുകയാണ്. ഇനിയിപ്പോൾ ഇപ്പം എത്ര ദിവസം ആകും ഇവിടെ നിൽക്കുക? അതിഥികൾക്കൊക്കെ 3 ദിവസമാണ് ഇസ്ലാം കണക്ക് പറഞ്ഞത്. അതൊക്കെ കണക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇവരിപ്പോൾ ഇനി 4, 5, 6 ഒരാഴ്ച നിൽക്കുമോ? പേടിയായി തുടങ്ങി. മാസങ്ങളോളം മുമ്പ് അങ്ങനെ നിൽക്കണേ എന്നുള്ള ആഗ്രഹമായിരുന്നു. മുമ്പൊക്കെ അങ്ങനെ തറവാട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവർ പെട്ടെന്ന് പോകരുത്, ഏതെങ്കിലും ഒരു ഒഴിവിനും മറ്റൊക്കെ വന്നാൽ കുറച്ചുകൂടി കാലം ഇവിടെ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം, നല്ല റാഹത്തോടു കൂടി. അതിൻ്റെ ഒരു കുറവ് ഇബാദത്തിൻ്റെ ഒരു കുറവാണ്. റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ സദാസമയത്തും കാവലിനുണ്ടാകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട അമല് കൂടിയാണ് ഖുർആൻ. ഖുർആനോത്ത് നല്ലോണം നടക്കണം. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ ഉമ്മമാരെ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്നവരായിരുന്നു. അന്നൊക്കെ ഖുർആനിൻ്റെ കോപ്പികൾ വളരെ കുറവാണ്. പിന്നെ കോപ്പികളൊക്കെ അധികരിച്ചു തുടങ്ങിയത് കുറേ കാലം കഴിഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. അവർ എഴുതി വെച്ച ഏതെങ്കിലും തോലിലും മരത്തിലൊക്കെ നോക്കിയിട്ട് ഖുർആൻ എഴുതി ഓതിയിരുന്നതാണ്, പേപ്പറിലൊക്കെ നോക്കിയിട്ട്. നമ്മളെപ്പോലെ ഖുർആൻ പ്രതികൾ, കോപ്പികൾ, സൗകര്യങ്ങൾ അവർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഖുർആനോത്തുമായി നല്ലോണം ബന്ധപ്പെട്ട് നല്ലോണം ഖുർആനോത്തുമായി ബന്ധപ്പെട്ടുള്ള അമലുകൾ സ്വീകരിക്കണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രിയിൽ ഒരു ഇബാദത്താണല്ലോ ഖുർആനോത്ത്. അതല്ലേ നമ്മളൊക്കെ സാധാരണ പറയൽ. മഹാനവറുകളുടെ ഇബാദത്തിന്റെ സൗന്ദര്യം എത്ര വലുതാണ്. അല്ല, വേറും ഇശ തൊഴുതോരുളൂ